നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഇവളാണോ? ഇത് നമ്മുടെ ആള് മാലതി. ഇവരാരുമല്ല, വേറൊരു സുന്ദരി പെണ്ണായിരുന്നു. സുന്ദരി പെണ്ണോ? അവിടെ ഏതാ വേറൊരു സുന്ദരി പെണ്ണ്? വേറൊരു പെണ്ണായിരുന്നു സാറേ. പകരം അവൾക്ക് തലർക്കാൻ വന്നായിരുന്നു. ഞാനാ അവൾക്ക് മരുന്നൊക്കെ കുറിച്ചു കൊടുത്തത്. ഓ, അവളോട് എല്ലാവർക്കും വെറുപ്പാ സാറേ. ആരും അവളോട് അവിടെ മിണ്ടാറ് പോലും ഇല്ല. അതാരടാ? നീ വെക്കോ. അതെ, കുറെ നാളത്തേക്ക് നീ ഇവിടെ നിന്ന് നിൽക്കണ്ട. ബാംഗ്ലൂർ വെക്കോ. കാശ് ഇപ്പൊ തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചുതരാം. ശരി സാർ. ചെല. ശരി. എന്റെ കുഞ്ഞിനോടുള്ള എല്ലാ വെറുപ്പും മാറ്റി ഞാൻ അവനെ ഇങ്ങോട്ട് സ്വീകരിച്ചപ്പോ അവന്റെ കഷ്ടകാലവും തുടങ്ങി. എന്താ ഇങ്ങനെ? 1-2 കൊല്ലമല്ല, 19 കൊല്ലം ഞാൻ എന്റെ കുഞ്ഞിനെ അകറ്റി നിർത്തിയത്. 19 കൊല്ലം. നീ വിഷമിക്കാതെ രാജലക്ഷ്മി. നീ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ടല്ല ജയറാമിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് അവന്റെ ശത്രുക്കളാ. അവന്റെ ശത്രുക്കളെന്ന് വെച്ചാൽ നമ്മുടെയും ശത്രുക്കൾ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനോട് ഈ ശത്രുത? അവൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദിനെ മാത്രം. അവക്കാണെങ്കിൽ അതിലൊരു പരാതിയില്ല. പരാതിയില്ലെന്ന് മാത്രമല്ല, ഇവളിപ്പം ജയറാമിനെ ജീവനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഹോം നേഴ്സ് ചമഞ്ഞ് വ്യാജ ഐഡന്റിറ്റി കാർഡുകളെല്ലാം കാണിച്ച് ഇവിടെ കയറി ഈ ആക്രമണം ചെയ്യാൻ ഒരുപെട്ടവൻ ഒരു ചെറിയ കക്ഷിയൊന്നുമല്ല. അയാളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അവരെ കണ്ടുപിടിക്കണം. അതിന് കാർത്തി വിചാരിച്ചാലേ കഴിയും. ചെമ്പകമംഗലത്തേക്ക് ഹോം നേഴ്സിന് അയച്ച ആ ഏജന്റിനെ എന്റെ ഓർഡർ അനുസരിച്ച് എന്റെ സബോർഡിനേറ്റ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ കോൺസ്പിറസി ഉണ്ടെന്ന് 100% കൺഫേമാ. അത് ഞാൻ കണ്ടെത്തും. ഞാൻ അങ്ങോട്ട് പുറപ്പെടുക. ശരി മുത്തശ്ശി. മോനെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.